ഹായ് ചങ്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഹർത്താലാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് മടുത്തപ്പോളേ ജസ്റ്റ് മൂന്നുകൂടിയ ടൗണിലൊന്ന് ഇറങ്ങിയതാ. ടൗണിൽ നിശ്ചലമുണ്ടാ, ഒരാളുമില്ല, വണ്ടികളൊക്കെ വളരെ കുറവാണ്. കടകളും ഹോട്ടൽസൊന്നും ഒരെണ്ണം പോലും തുറന്നിട്ടില്ല, ചെറിയ കടകൾ പോലും ക്ലോസ് ആണ്. നമ്മുടെ നാട്ടിലെ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഹർത്താൽ വന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓൾറെഡി സാധനങ്ങളൊക്കെ ഇന്നലെ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അറിയായിരുന്നു മുൻകൂട്ടി തന്നെ ഹർത്താലാണെന്നുള്ള സംഭവമൊക്കെ. പക്ഷേ എങ്കിലേ ഇതോടുകൂടി തന്നെ ബുദ്ധിമുട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ തെരുവിലൊക്കെ വീടില്ലാത്തതും ഭക്ഷണം കിട്ടാണ്ടൊക്കെ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ പറ്റിയാണ് ഞാൻ പറയണത്. അപ്പോൾ ഞാനിന്ന് ടൗണിൽ നിന്ന് പോരുമ്പോൾ ഒരു 3 പേര് നമ്മുടെ റോഡിൻ്റെ സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ വേറെ ഹോട്ടൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അവരോട് ജസ്റ്റ് ചെന്ന് ചോദിച്ച് ഭക്ഷണം കഴിച്ചാൽ, അപ്പോൾ അവർ രാവിലെയും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്കും കഴിച്ചിട്ടില്ല. ഞാനപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചുറ്റുള്ള ഹോട്ടൽസ് ഒന്നുമില്ല, അവർക്ക് ഊണ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ ഒന്നും പറ്റുന്നില്ല. പിന്നെ ഒരു ഉള്ളേരിയയിൽ പോയിട്ടൊരു കടയിൽ നിന്ന് ഞാൻ ജസ്റ്റ് ജ്യൂസും സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനപ്പോൾ ജസ്റ്റ് അവർക്ക് കൊടുത്ത്. അപ്പോൾ അവർ വളരെ ഹാപ്പിയായി. അപ്പം എല്ലാവരും ഇതേപോലുള്ള ആൾക്കാർ ഈ സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാവും, നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും. അപ്പം എല്ലാവരും കണ്ട് അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുള്ള സഹായം ചെയ്യുക. അപ്പോൾ ഒരു ആൾക്ക് ഭക്ഷണം കഴിക്കാത്ത ഒരാൾക്ക് നമ്മൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. അവരെ നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവരെ കണ്ണിൽ നിന്ന് നമ്മളെ നോക്കിയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതെനിക്കിന്ന് ഭയങ്കര ഫീൽ ചെയ്ത്. അപ്പോൾ എല്ലാവരും നെഗറ്റീവായിട്ട് ഈ വീഡിയോ എടുക്കണ്ട. അപ്പോൾ എല്ലാവരും ഇത്രക്കാലം ചേർത്ത് പിടിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.